2020 ലോകകപ്പിലെ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ സൂപ്പർ എട്ടിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട്. എന്നാൽ സൂപ്പർ എട്ടിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ ആദ്യ എതിരാളി തന്നെ കരുത്തരായ സൗത്ത് ആഫ്രിക്കയാണ്. സൂപ്പർ എട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ തലവേദനയാകുന്നത് സ്പിന്നർമാർക്കെതിരായ പ്രകടനമാണ്. ഇന്ത്യയുടെ പ്രധാന താരങ്ങൾക്ക് സ്പിന്നിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ലെന്നത് എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നാണ്. സഞ്ജു സാംസൺ വന്നാൽ ഇന്ത്യയുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓഫ് സ്പിന്നിനെതിരെ ടീമുകളുടെ ബാറ്റിംഗ് പ്രകടനം നോക്കുമ്പോൾ ഏറ്റവും നിരാശപ്പെടുന്ന ടീമുകളെന്ന് ഇന്ത്യയാണ്. ഈ ലോകകപ്പിൽ ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് ശരാശരി 15 മാത്രമാണ്. റൺ റേറ്റ് ആകട്ടെ 5 മാത്രമാണുള്ളത്. ഒമാനും നമീബിയയോടക്കം 20 ശരാശരിയും 7 മുകളിൽ റൺ റേറ്റും അവകാശപ്പെടാനാകും. ദക്ഷിണാഫ്രിക്കയാണ് നിലവിൽ സ്പിന്നിനെതിരെ ഏറ്റവും മികവ് കാട്ടുന്ന ടീം. 80 മുകളിലാണ് ഓഫ് സ്പിന്നർമാർക്കെതിരെ അവരുടെ ശരാശരി. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. വെസ്റ്റ് ഇൻഡീസിനും ഓഫ് സ്പിന്നിനെതിരെ മികച്ച കണക്ക് അവകാശപ്പെടാനാവും. 60 മുകളിലാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നിനെതിരായ ശരാശരി. ഇന്ത്യയുടെ ഇടങ്കൈയൻ ബാറ്റ്സ്മാൻമാരെ ഓഫ് സ്പിന്നർമാർ പ്രയാസപ്പെടുത്തുന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഇടങ്കൈയന്മാരുടെ സ്പിന്നിനെതിരായ ശരാശരി 13.25 മാത്രമാണ്. ഇന്ത്യയുടെ ടോപ്പ് 3യിൽ എല്ലാവരും ഇടങ്കൈയന്മാരാണ്. ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗും മൂന്നാമനായി തിലക് വർമ്മയും എത്തുന്നു. ഇന്ത്യയുടെ ടോപ്പ് 3യെ സ്പിന്നർമാരെ ഉപയോഗിച്ച് പ്രയാസപ്പെടുത്താനാണ് എതിരാളികൾ ശ്രമിക്കുന്നത്. ഇത് ഏറെക്കുറെ ഫലം കാണുന്നത് തന്നെ പറയാം. സൂപ്പർ എട്ടിലും ഇതേ വെല്ലുവിളി ഇന്ത്യക്ക് നേരിടേണ്ടി വന്നേക്കും. സഞ്ജു സാംസൺ സ്പിന്നർമാർക്കെതിരെ മികച്ച പ്രകടനം അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ്. എന്നാൽ 2025 മുതലുള്ള കണക്ക് നോക്കുമ്പോൾ സഞ്ജുവിന് കാര്യമായ പ്രകടനം സ്പിന്നിനെതിരെ നടത്താനായിട്ടുമില്ല. ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്തേക്കും. സഞ്ജു തൻ്റെ കൈക്കരുത്തിനെ നന്നായി ഉപയോഗിക്കുന്ന ബാറ്റ്സ്മാനാണ്. എന്നാൽ സ്ഥിരത പ്രശ്നമാണ്. സഞ്ജുവിൻ്റെ സമീപകാല ഫോം മോശമാണെങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കിളൻ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൂപ്പർ എട്ടിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ടോപ്പ് 3യിൽ ഇടങ്കൈയന്മാരെത്തുന്നത് എതിരാളികൾ മുതലാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ സഞ്ജു വരുന്നത് ഗുണം ചെയ്തേക്കും. അവസാന T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയത് സൗത്ത് ആഫ്രിക്കയെ തകർത്താണ്. ഇതിന് പകരം വീട്ടാൻ ഉറച്ചാവും ഇത്തവണ ദക്ഷിണാഫ്രിക്കയുടെ വരവ്. അഹമ്മദാബാദിലാണ് ഈ മത്സരം നടക്കുന്നത്. ബാറ്റിങ്ങിന് അനുകൂലമായ അഹമ്മദാബാദിൽ തീപാറും പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. മോശം ഫോമിലുള്ള അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസണെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിപ്പിക്കണമെന്ന വാദവും ഇപ്പോൾ ഉയരുന്നുണ്ട്. IPL-ൽ 5 മത്സരങ്ങളാണ് സഞ്ജു അഹമ്മദാബാദിൽ കളിച്ചത്. നേടിയത് 155 റൺസാണ്. 31 ശരാശരിയും 147.6 എന്ന പ്രകടനശേഷിയും സഞ്ജുവിനുണ്ട്. 60 റൺസാണ് ഉയർന്ന സ്കോർ. ഇന്ത്യക്കായി ഒരു മത്സരമാണ് അഹമ്മദാബാദിൽ സഞ്ജു കളിച്ചത്. 37 റൺസായിരുന്നു അന്ന് നേടിയത്. താരതമ്യേന ഭേദപ്പെട്ട കണക്കാണ് സഞ്ജുവിന് ഇവിടെയുള്ളത്. നിലവിലെ ടീമിൽ അഹമ്മദാബാദിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഹർദിക് പാണ്ഡ്യയാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ മുൻ നായകനായ ഹർദിക്കിന് അഹമ്മദാബാദിലെ സാഹചര്യം നന്നായി അറിയാം. 8 മത്സരങ്ങളിൽ 7 ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഹർദിക് 34.83 ശരാശരിയിൽ 209 റൺസാണ് നേടിയത്. 168.54 പ്രഹരശേഷി. ഒരു അർദ്ധ സെഞ്ചുറിയാണ് നേടിയത്. എന്നാൽ കളിച്ച മിക്ക മത്സരങ്ങളിലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 5 ഇന്നിംഗ്സിൽ നിന്ന് 150 റൺസ് ഇവിടെ നേടിയിട്ടുണ്ട്. 30.47 ശരാശരിയും 158.33 പ്രകടനശേഷിയും സൂര്യക്കുണ്ട്. തിലക് വർമ്മ 2 മത്സരം ഇടവ് കളിച്ചപ്പോൾ 104 റൺസാണ് നേടിയത്. 150 മുകളിൽ പ്രകടനശേഷിയിൽ കളിക്കാനും തിലകനായി. 73 റൺസാണ് ഉയർന്ന സ്കോർ. എന്നാൽ ഇഷാൻ കിഷൻ ഇവിടെ 4 മത്സരം കളിച്ചപ്പോൾ നേടിയത് 79 റൺസ് മാത്രമാണ്. 19.75 ശരാശരി. 154.90 പ്രകടനശേഷിയുണ്ട്. 56 റൺസാണ് ഉയർന്ന സ്കോർ. ഒരു അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും മറ്റു മത്സരങ്ങളിൽ ഫ്ലോപ്പ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്കും അഹമ്മദാബാദിൽ കിടിലൻ റെക്കോർഡുണ്ടെന്നാണ് എടുത്തു പറയേണ്ടത്. ക്വിന്റൻ ഡി കോക്ക് 4 മത്സരത്തിൽ നിന്ന് 169 റൺസാണ് ഇവിടെ നേടിയത്. 42.25 ശരാശരിയും 150.89 പ്രകടനശേഷിയും ഡി കോക്കിന്റെ പേരിലുണ്ട്. എയ്ഡൻ മാർക്രം 4 മത്സരത്തിൽ നിന്ന് 156 റൺസ് നേടി. പുറത്താവാതെ 86 റൺസ് നേടിയതാണ് മികച്ച പ്രകടനം. ഇവർ രണ്ടുപേരും ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമായി മാറും. റിയാൻ റിക്കിൽട്ടൺ 3 മത്സരത്തിൽ നിന്ന് 115 റൺസ് ഇവിടെ നേടിയിട്ടുണ്ട്. ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനവും ഇതിൽ ഉൾപ്പെടും. ഡേവിഡ് മില്ലർ 4 മത്സരത്തിൽ നിന്ന് 101 റൺസും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഡെവാൾ ട്രവിസ് 4 മത്സരത്തിൽ നിന്ന് 81 റൺസാണ് നേടിയത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.